കേൾക്കാവോ? ആ വർഗീസേട്ടാ, ഇവിടെ ഏട്ടന്റെ കോള് വന്നതായിരുന്നു. അല്ലല്ല, ഞാൻ സന്തോഷിനെ വിളിച്ചത്. എനിക്ക് ഞാൻ നേരിട്ടപ്പം കോസ്റ്റീസ് അനദർ ഇതെന്ന് പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെ വന്നു. ഞാൻ കയറുമ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. ശരി ശരി ശരി, ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം.
നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം. ഇനി പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം.
അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്നു വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടകർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്ദനം, സംയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, അനാഹതം, സ്വാദിഷ്ഠാനം, പതലം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നെരിയാണി, പാതാളം, ഭൂമി, മഹാതലം, പാദം, തലാതലം, കാൽവണ്ണ, വിതലം, തുട, മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, വലത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇടത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, മുമ്പോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം,
അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം ഭൂമിവന്ദനം ആകാശവന്ദനം വിശ്വവന്ദനം സത്യലോകവന്ദനം വിശ്വവന്ദനം ഗുരുവന്ദനം. മുദ്ര. വേദന യഥാർത്ഥത്തിലുള്ളതെങ്കിൽ വിലപിക്കാതെ ഇരിക്കുക, അതിനെ നിരീക്ഷിക്കുക. അതിനുത്തരം അതിൽ തന്നെയുണ്ട്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. വേദന നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മിക്കവർക്കും ഭയമുള്ള കാര്യവുമാണ്. വേദന വരുമ്പോൾ പലപ്പോഴും നാം വിലപിക്കാറുണ്ട്. ചെറിയ കാലം മുതലേയുള്ള ശീലമാണ്. വേദന വരുമ്പോൾ അതിനോടുള്ള അസഹ്യത നാം കരച്ചിലിലൂടെയാണ് പ്രകടിപ്പിക്കുക. പക്വത വന്നു ചേരുന്നു എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ പതിയെ പതിയെ നമ്മൾ വേദനയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. വേദന എന്നത് ഒരു ഓർമ്മയാക്കി സൂക്ഷിക്കും. വേദനയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും. പറയുന്നതിൽ
നാം വേദനയുടെ തുടർച്ച കണ്ടെത്തും. അങ്ങനെ വേദനയിൽ അഭിരമിച്ച് ഒരു വേദനാ ശരീരമായി നമ്മെ മാറ്റും. വീണ്ടും വീണ്ടും ഈ വേദനാ ശരീരത്തെ ഉണർത്തിയെടുത്തുകൊണ്ട് നാം ഓർമ്മകളിൽ വീണ്ടും തുടർന്നു പോകും. ഓർമ്മകളിൽ വേദനകൾ ഉണർന്നിരിക്കുമ്പോൾ ആ വേദന പുതിയ വേദനകളെ കൊണ്ടുവരും. വേദനയെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിതം മുഴുവൻ വേദനയായി തീരുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ വേദന എന്നുള്ളത് എന്താണ്? നമുക്കറിയാം, എല്ലാ വ്യവസ്ഥകളും ചലനാത്മകമാണ്. ചലനാത്മകമായ വ്യവസ്ഥകളുടെ ഗതിഭേദത്തെ ആണ് വേദനയായി നാം അറിയുന്നത്. എല്ലാ വ്യവസ്ഥകൾക്കും അവയുടെ ചലനാത്മകതയുടെ ഭാഗമായി ഒരു ഗതി, ഒരു ഡിറക്ഷൻ ഉണ്ടായിരുന്നു. ആ ഗതിക്ക് മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും നാം തട്ടുകയോ മുട്ടുകയോ ചെയ്യും. കണ്ണടച്ച് നമ്മൾ വഴിയെ നടക്കുകയാണെങ്കിൽ, കണ്ണടച്ച് നേരെ നടക്കുകയാണെങ്കിൽ മുൻപിലുള്ള ഓബ്ജക്റ്റ്, ഒരു ചുമരിലോ അല്ലെങ്കിൽ ഒരു ചെടിയിലോ ചെന്ന് നമ്മൾ ഇരിക്കുന്നത്. കണ്ണുകളുള്ളപ്പോൾ നമ്മൾ ഗതി ഭേദം നടത്തും. നമ്മൾ ആ കണ്ണിന്റെ ഫോക്കസ്ഡ് അല്ലെങ്കിൽ, ആ കാഴ്ചയിൽ ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെന്ന് ഇടിച്ചു എന്ന് വരും. ട്രെയിനിന്റെ ചക്രങ്ങൾ കണ്ടു, പാളത്തിനകത്ത് കുടുങ്ങിയാണ് നിൽക്കുന്നത്. അതിന് ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ട്രാക്ക് വളയുന്ന സമയത്ത് ഈ ചക്രങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ, അതായത് ആ ട്രാക്കിനകത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ തട്ടി അവ മാറ്റം വന്ന് ഗതിഭേദം സംഭവിക്കും. അങ്ങനെ ഗതിഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് തൻ്റെ ഗതിയെക്കുറിച്ച് പലപ്പോഴും നാം ബോധ്യരാകും. അല്ലെ, സാധാരണ രീതിയിൽ ശരീരം സ്വാസ്ഥ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ശരീരത്തെ ശ്രദ്ധിക്കാറുണ്ട്. ശരീരം എന്ന ഒന്നുണ്ടെന്ന് പോലും നമ്മൾ അറിയാറുണ്ട്, നാം പരിഗണിക്കാറുണ്ട്. എന്നാൽ ആ ഗതിഭേദം ഉണ്ടാകുമ്പോൾ, വഴിമാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ശരീരം വഴി തിരിയുന്നു എന്നത് മനസ്സിലാവും. അങ്ങനെ നിർബന്ധപൂർവം ശരീരം വരുത്തുന്ന ഗതിഭേദമാണ് വേദനയായി നമ്മൾ അറിയുന്നത്. ഈ ഗതിഭേദങ്ങളെ അറിഞ്ഞുകൊണ്ട് അവയിൽ ശ്രദ്ധ ചെലുത്തിയാൽ അതിനെ അനുഭവിക്കാനും ആനുഭൂതികമായി ഉൾക്കൊള്ളുവാനും നമുക്കാണ്. അതിനുവേണ്ടിയാണ് വേദന എന്ന ഒരു ആശയം, വേദന എന്നൊരു പ്രതിഭാസം ശരീരം, പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളത്. നാം ശ്രദ്ധിക്കാതിരിക്കുന്ന ഇടത്തേക്ക് നമ്മുടെ ചൈതന്യത്തിന്റെ ശ്രദ്ധ ചെല്ലുമ്പോഴാണ് വേദന എന്നത് പ്രത്യക്ഷമാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ചൈതന്യം അവിടേക്ക് ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിൽ നിന്നും ഭേദമുണ്ടാകുന്നു. ഉദാഹരണത്തിന്, സ്വാസ്ഥ്യത്തോടു കൂടി പോകുന്ന ഒരു ശരീരത്തിന് സ്വാസ്ഥ്യം നിലനിർത്താൻ പാകത്തിലുള്ള ഭക്ഷ്യങ്ങളും വ്യായാമങ്ങളും വിസർജനവും അതുപോലെ തന്നെ വിശ്രമവും ആവശ്യമാണ്. ഇത് നേരാവണ്ണം കൊടുക്കപ്പെട്ടില്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും തകരാറ് വരും. ആ തകരാറ് കൊണ്ട് ഇതിന് ഗതിഭേദമുണ്ടാകും. ഗതിഭേദമുണ്ടാകുന്ന സമയത്ത് അവിടേക്ക് ശരീരത്തിന്റെ ശ്രദ്ധ ചെല്ലും. അതിനെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശരീരം അപ്പോൾ മുതൽ പ്രവർത്തിച്ചു. വീണ്ടും ശരീരം പൂർവസ്ഥിതിയിലേക്ക് വരും. ഈ ശ്രദ്ധ മാറും. ശ്രദ്ധ മാറുമ്പോൾ വേദന എവിടെ ഇല്ലാതെ. അങ്ങനെയാണ് ഈ ഗതിഭേദത്തെ നാം കടത്തിവിടുന്നത്. ഗതിഭേദം, അതായത് വഴിമാറ്റം. ഈ വഴിമാറ്റത്തെ നാം കടത്തിവിടുന്ന സമയത്ത് അത് കഴിഞ്ഞു പോയി. നമുക്കൊരു അസുഖം വന്നു, ചികിത്സിക്കാൻ വഴിമാറും. അസുഖം വരിക എന്നുള്ളത് സ്വാഭാവികമായ ശരീരത്തിന്റെ വഴിമാറ്റമാണ്. അപ്പോൾ നാം വേദന വരും. അപ്പോൾ അവിടെ വേദന വരും. അപ്പോൾ നാം അവിടേക്ക് ചികിത്സ എന്ന പേരിൽ എന്തെങ്കിലും ചെയ്താൽ അത് വീണ്ടും പൂർവസ്ഥിതിയാകും. ഒന്നും ചെയ്തില്ലെങ്കിലോ അപ്പോഴും വേദനയെ കടത്തി വിട്ടാൻ വീണ്ടും പൂർവസ്ഥിതിയാകും. കാരണം ശരീരം ഒരു സ്വയം നിയന്ത്രണ സംവിധാനമാണ്. അപ്പോ വീണ്ടും പഴയതിലേക്ക് പോകുവാനായിട്ട്, പുനഃസ്ഥാപനം നടത്തുവാനായിട്ട്, പഴയതിലേക്ക് സ്വാസ്ഥ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക്
പുനഃസ്ഥാപനം നടത്തുവാനായിട്ടുള്ള ശേഷി ശരീരത്തിനുള്ളത് കൊണ്ട് തന്നെ നാം വേദനയെ കടത്തിവിട്ടാൽ ആ വേദനയും കടന്നു. അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സിച്ചാലും ചികിത്സിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറുന്നത് കാണും. കാരണം ശരീരത്തിന്റെ സ്വഭാവം അതാണ്. വേദന വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നു, അതിന് കാരണമുണ്ട്. എന്റെ കാലുവേദനിക്കുന്നു, കാലുവേദനയ്ക്ക് അവിടേക്ക് ശ്രദ്ധ ആവശ്യമാണ്, അതിന് കാരണമായിട്ടുള്ളത് എന്തോ ഉണ്ട്, അതിന് മാറ്റം വരുത്തണമെന്ന് നമ്മൾ അറിയുന്നു. ആ അറിയിക്കലിന് വേണ്ടിയിട്ടാണ് ഈ വേദന ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ സ്വാഭാവികമായി പോയിക്കൊണ്ടിരിക്കുക, നമുക്കൊരു വളർച്ചയുണ്ടാകും, നമുക്ക് കുറച്ചുകൂടെ ഉയർന്ന ശേഷിയുണ്ടാകും. ആ സമയത്ത് നാം വെയിറ്റ് ലിഫ്റ്റിങ്ങിന് പോവുകയാണ്. ആ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ആ ഡിംപിൾസ് എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി താഴ്ത്തി ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിലുകൾക്കും രക്തപ്രവാഹത്തിനും ഒക്കെ തന്നെ മാറ്റം. ആ മാറ്റം നമുക്ക് വേദനകൾ സമ്മാനിക്കും. പതിയെ ആ വേദനയോട് സമരസപ്പെട്ട് നാം അതിനെ കടത്തിവിട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയി. ഓരോ വേദനയെ നാം കടത്തിവിടുമ്പോഴും വേദന എന്ന് അനുഭവിക്കുന്ന ഗതിഭേദത്തെ നാം കടത്തിവിടുമ്പോഴും നാം കുറച്ചുകൂടെ ശക്തിമത്തായി തീരുകയാണ്. അങ്ങനെ ഓരോ വേദനാഘട്ടങ്ങളും കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച ഒരു പാറ്റേൺ ഉണ്ടാവുക. അങ്ങനെയാണ് നാം വളരേണ്ടത്. അങ്ങനെയാണ് നാം നമ്മുടെ സ്ഥായിയായ ഭാവത്തിൽ നിൽക്കേണ്ടത്. എന്നാൽ പലപ്പോഴും വേദന എന്നത് ശരീരത്തിന് വരുമ്പോൾ, വേദന എന്നത് ജീവിതധാരയ്ക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞു വേദന എന്നുള്ളത് ഗതിഭേദമാണ്. വേദന എന്നുള്ളത് ശരീരത്തിന് വരുമ്പോൾ, വേദന എന്നത് ജീവിതത്തിന് വരുമ്പോൾ നാം ഇതിനെ മനസ്സുകൊണ്ട് വിശകലനം ചെയ്യും. മനസ്സുകൊണ്ട് അറിയും, വിശകലനം ചെയ്യും. ഈ വേദനയുടെ ആ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയുണ്ടല്ലോ, നമ്മുടെ ശ്രദ്ധ മറ്റുള്ളിടങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതിന്റെ ആ ചൈതന്യത്തെ ഒരു ഭാഗത്തേക്ക് മാത്രം നൽകുമ്പോൾ, അതിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. മറ്റു കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല. അപ്പോൾ ഈ അസ്വസ്ഥതയെ കടത്തിവിട്ടാൽ അത് തീർന്നു പോകും. പക്ഷെ കടത്തിവിടാതെ വരികിൽ പിന്നെ എന്താണ് ഉണ്ടാവുക? അത് നമ്മളെ മനസ്സുകൊണ്ട് കൺസീവ് ചെയ്തിട്ട് അതിനെ നമ്മൾ ആവർത്തിച്ച് കൊണ്ടു നടക്കുകയാണെങ്കിൽ, ആവർത്തിച്ച് പറയുകയാണെങ്കിൽ, ആവർത്തിച്ച് ആ വേദനയുടെ വികാരത്തെ, വേദനയുടെ വൈകാരിക സ്ഥിതിയെ നമ്മൾ മനസ്സിലിട്ട് ഭാവന ചെയ്ത് വീണ്ടും പറഞ്ഞുറപ്പിച്ച് വിലപിച്ചുറപ്പിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്താണ് പിന്നീട് സംഭവിക്കുക? ഈ വേദന നമ്മുടെ ശരീരത്തിന്റെ ഭാഷയായി തീരും. ശരീരഭാഷ എന്തോ നാം എന്തോ അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. വേദനയെക്കുറിച്ച് പറയുന്നവർക്ക്, ആകുലതകളെ കുറിച്ച് പറയുന്നവർക്ക്, ജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നവർക്ക് ആ പറച്ചിൽ, ആ ആവർത്തനം അവരുടെ ജീവിതത്തെ സ്ഥിതമാക്കുകയാണ് ചെയ്യുന്നത്. ജീവിതാനുഭവങ്ങളെ സ്ഥിതമാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ വീണ്ടും ഇതേ അവസ്ഥയെ ക്ഷണിക്കുകയാണ് ചെയ്യുക. അപ്പോ നമ്മളൊരു വേദന ഉണ്ടാവുകയാണ്, നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ, അതിനെ അറിഞ്ഞ് കടത്തിവിടാൻ കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം അവിടെ തന്നെയാണ്. വേദനയ്ക്ക് ഒരു പക്ഷേ അസഹ്യമായ വേദന വരുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക കാരണം കൊണ്ടായിരിക്കും. നമ്മൾ കണ്ണ് അടഞ്ഞ് നടന്നു പോകുമ്പോൾ മതിലിടിക്കുന്നുവെങ്കിൽ അവിടെ ഇടിക്കുന്നത്, ആ ഇടിച്ചു എന്നറിയുന്നത് അവിടെ മതിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ വഴിയാത്ര മതിലിന്റെ ദിശയിലേക്കായതുകൊണ്ടാണ്. അത് മാറണമെങ്കിൽ നമ്മൾ അവിടെ കണ്ണ് തുറക്കണം. അവിടെ കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് മതിൽ കാണാം. തിരിഞ്ഞു പോയാൽ മതിലിനും അപ്പുറത്തേക്ക് മറ്റൊരു ദിശയിലേക്ക് പോയി നമ്മുടെ ആ പ്രതിസന്ധിയെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. നമ്മുടെ ധാര, നമ്മുടെ ഗതി പുനഃസ്ഥാപിക്കപ്പെടും. ഇങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് വേദന എന്ന് പറഞ്ഞപ്പോൾ നാം ചെയ്യേണ്ടുന്നത് അതിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ അനുഭവത്തെ മിമിക്ക് ചെയ്തുകൊണ്ട്, പകർപ്പ് എടുത്തുകൊണ്ട് മനസ്സിലൊരു ചിത്രമുണ്ടാക്കി ആ മനോചിത്രത്തെ, ഞാൻ ഉദ്ദേശിച്ച മനോചിത്രം എന്ന് വെച്ചാൽ മനസ്സിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ചിത്രം, ആ ചിത്രത്തെ ആവർത്തിച്ച് പുലമ്പിക്കൊണ്ടിരുന്നാൽ ഈ ചിത്രം
സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ വേദനാ ശരീരം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തെ നിരന്തരമായി, ശരീരത്തെ എന്ന് വെച്ചാൽ ഈ ഭൗതിക ശരീരത്തെയാകാം, മാനസിക ശരീരത്തെയാകാം, ബോധ ശരീരത്തെയാകാം, ഏത് ശരീരത്തെയാണെങ്കിലും ആ ശരീരത്തെ സ്ഥിരമായി ഈ ഒരു അവസ്ഥയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ വേദനയോ ഗതിഭേദമോ അതിന്റെ ശ്രദ്ധയോ അതിന്റെ ചൈതന്യ കേന്ദ്രണമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതിന് തത്തുല്യമായ ഒരു അവസ്ഥയിലൂടെ നാം നിരന്തരം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. വേദനകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാം അതിനെ ശ്രദ്ധിക്കുക, അതിനെ നിരീക്ഷിക്കുക, അതിലായിരിക്കുക, അതിനെ കടന്നു പോകുവാൻ അനുവദിക്കുക. അതോടെ അത് തീർന്നു പോകും. നമുക്കുള്ള വേദനയുടെ ഉത്തരം ആ വേദനയ്ക്കകത്താണ് ഇരിക്കുന്നത്. അതിനെ കടന്നു പോകുവാൻ അനുവദിക്കുക, ലെറ്റ് ഗോ ചെയ്യുക, ലെറ്റ് ഗോഡ് ദൈവത്തെ, പ്രകൃതിയെ ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ അത് കടന്നു പോയിക്കൊള്ളും. പിന്നീട് അത് നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല. എന്നാൽ നമ്മൾ വേദന ശരീരമാക്കി നമ്മൾ അതിനെ ആവർത്തിച്ച് വിലപിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മെ വിട്ടു പോവുകയും. ശ്രദ്ധിക്കുക, വേദന വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിരീക്ഷിക്കുക, ഉത്തരം കണ്ടെത്തി അതിന് വഴങ്ങിക്കൊടുക്കുക. അവൾ എല്ലാം ശരിയാക്കിക്കൊള്ളും. എല്ലാം ശരിയാണ്. നന്ദി, നമസ്കാരം. വിമുക്തി ധ്യാനം. നാം ഒരു പുതിയ ജീവിതകാലത്തേക്ക് ചുവട് വയ്ക്കുകയാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും പുതിയ ലക്ഷ്യങ്ങളും നമ്മെ നയിക്കുകയാണ്. നമ്മെ ഇന്നോളം പിറകോട്ട് വലിച്ച എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഇപ്പോൾ നാം വിമുക്തി നേടുകയാണ്. പ്രകൃതിയുടെ നിയതമായ സ്വയം ശമന സംവിധാനം നമ്മിൽ നിറഞ്ഞു നിന്ന് നമ്മെ വിമുക്തമാക്കുകയാണ്. നാം വിമുക്തി നേടുന്ന ഇതുവരെയുള്ള ജീവിതത്തെ ഒന്ന് ഓർത്തെടുക്കാം. നമ്മുടെ ഭൂതകാല വിഷമങ്ങളെ എല്ലാം മറക്കുക. മനസ്സിലുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും നമ്മെ പിന്തിരിപ്പിക്കുന്ന മറ്റെല്ലാ ഊനവികാരങ്ങളും ഓരോന്നായി അലിയിച്ചു കളയുക. നമ്മെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും മാപ്പു നൽകുക. നാം വേദനിപ്പിച്ചവരോടെല്ലാം മാപ്പു ചോദിക്കുക. ജീവിതത്തിലുണ്ടായ നല്ല കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുക. നാം അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുക. അതോടൊപ്പം വിഷമവും വേദനയും നൽകി നമ്മെ ശക്തിപ്പെടുത്തിയ ജീവിതാനുഭവങ്ങൾക്ക് നന്ദി പറയുക. ഇനി നമുക്ക് ചുറ്റും നടക്കുന്ന സർവ്വതിനെയും അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അവയിൽ നമ്മുടെ ധർമ്മത്തിന് നിരക്കാത്ത എല്ലാത്തിനോടും നിസ്സംഗത പാലിക്കുക. നമ്മുടെ ധർമ്മത്തിന് നിരക്കുന്ന എല്ലാത്തിനോടും രചനാത്മകമായി ഇടപെടുക.
നമ്മുടെ നേരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും എതിർപ്പില്ലാതെ സ്വീകരിക്കുക. ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തി ആ സാഹചര്യത്തെ സമചിത്തതയോടെ തരണം ചെയ്യുക. എല്ലാ ദുർഘട ഘട്ടങ്ങളും അതിന്റെ ചാക്രികതയിലൂടെ മാറിപ്പൊയ്ക്കൊള്ളും എന്ന യാഥാർത്ഥ്യത്തിൽ വിശ്വാസമൂന്നി വരാനിരിക്കുന്ന നല്ല ഭാവിയെ ആശിക്കുക. പ്രകൃതിയോടും അതിലെ സർവചരാചരങ്ങളോടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സുതാര്യമായി ഏകതാനതയിലാകുവാൻ ശ്രദ്ധിക്കുക. എല്ലാറ്റിനോടും നിരുപാധികമായി ഹൃദയത്തിൽ നിന്നുമുള്ള ഗാഢമായ സ്നേഹവും അനുകമ്പയും സൂക്ഷിക്കുവാൻ നിതാന്ത ശ്രദ്ധ പുലർത്തുക. എല്ലാവിധ വിഷമങ്ങളെയും നഷ്ടങ്ങളെയും തെല്ലും പ്രതിരോധമില്ലാതെ നമ്മിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുക. ലോകത്തിലെ എല്ലാ തിന്മകളെയും ദുരന്തങ്ങളെയും പ്രകൃതിയുടെ പ്രകൃതം തന്നെയെന്ന് കണ്ട് അതിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുക. നാം കടത്തിവിടുന്നതെല്ലാം ഈ മഹാജീവിത വിസ്മയത്തെ രചിച്ച പ്രകൃതിയുടെ മായിക ഹസ്തങ്ങളിലേക്കാണെന്ന് ബോധ്യപ്പെടുക. നമുക്ക് വേണ്ടതിനെ മാത്രം ആശിക്കുക, ഭാവന ചെയ്യുക. അതിനായി പ്രകൃതിയോട് മനസ്സ് തുറന്ന് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും അർത്ഥിക്കുക. നമുക്ക് ചുറ്റുമുള്ള സർവജാലങ്ങൾക്കും വേണ്ടതെല്ലാം വേണ്ടും വിധമുണ്ടായി സർവശാന്തി ഉണ്ടാകട്ടെ എന്ന് സർവാത്മനാ അർത്ഥിക്കുക. അങ്ങനെ സമൃദ്ധിയും ജ്ഞാനവും സാക്ഷാത്കാരവും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകൃതി വഴിയൊരുക്കട്ടെ. നന്ദി, നന്മ, ഒളിമ്പ. തിരികെ വരാം. കൃഷ്ണമാരേട്ട. നമസ്കാരം. വളരെ നല്ലൊരു സുഭാഷിതമായിരുന്നു. ഇന്നലത്തേതിന്റെ തുടർച്ചയും കുറെ കൂടെ വിശദീകരണമായി കൂടുതൽ മനസ്സിലാക്കാൻ അത് സഹായകരമായി. വേദനയെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. വിലാപങ്ങൾ വീണ്ടും ദുഃഖകരമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള വളരെ നല്ലൊരു പാഠമാണ് ഇന്നും കേൾക്കാൻ കഴിഞ്ഞത്. ചലനാത്മകതയുടെ ഗതിമാറ്റമാണ് വേദന, ഗതിഭേദമാണ് വേദന. ഓരോ വേദനയിലൂടെയും നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കുന്നു. വേദനയെ നിരീക്ഷിക്കുക, അതിലൂടെ കടന്നു പോവുക, കടത്തിവിടുക, അതിലൂടെ ശക്തി ആർജിക്കുക, കരുത്താർജിക്കുക എന്നുള്ള വളരെ മഹനീയമായ പാഠമാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ധ്യാനവും നന്നായിരുന്നു. നന്ദി, നമസ്കാരം. ശിവ. നമസ്കാരം. സോറി, ഇവിടെ അനിയത്തിയും ഗസ്റ്റൊക്കെ വന്നപ്പോൾ എല്ലാവരും തിരക്കാം. ഇന്ന് സുഭാഷിതത്തില് പറഞ്ഞ വേദന, അതിൽ നിൽക്കാൻ ഇന്നലത്തെ സുഭാഷിതം ഏകദേശം ഇതിനോട് അനുബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അപ്പോഴും ഇന്നും കേട്ടപ്പം അപ്പൊ നമ്മുടെ ഈ സുഭാഷിതമൊക്കെ പോണ ഒരേ ഒരു വർണ്ണത്തിന് ഒരേ പാറ്റേൺ പോലെ തോന്നി എനിക്ക്. അതിനോട് അനുബന്ധിച്ച് തന്നെ ബാക്ക് ടു ബാക്ക് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടെങ്കിലും
ഇപ്പോ ഈ വേദന പറയുന്നത് നമ്മള് സഫറിങ്ങും വേദനയും തമ്മിൽ ഒരു വേദന പറഞ്ഞ ആ സമയത്തുള്ളത് മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്ത് കടത്തിവിടാനുള്ളതാണ്. പക്ഷെ മെന്റൽ സഫറിങ് അത് എപ്പോഴും നമ്മളെ റൂൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ വേദനയെ കടത്തിവിടാൻ പഠിച്ചില്ലെങ്കിലും വേദനയും ആ സഫറിങ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമ്മൾ അത് കൊണ്ട് നമ്മൾ റൂൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ആലോചിച്ച് പിന്നെ അതിനെപ്പറ്റി അത് അഗൈൻ നമ്മൾ അതിന് വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് നമ്മൾ പിന്നെയും കൂടുതൽ കൂടുതൽ പെയിൻഫുൾ ആയിട്ട് ഒരു തവണ ഉണ്ടായത് തന്നെ പിന്നെയും ആലോചിച്ച് പിന്നെ പുതിയതായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ വിലപിക്കാതെ അതിന് കടത്തിവിടാനും ആ വേദന തരുന്നത് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നുള്ളത് റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതൊന്ന് കടത്തിവിടാൻ പറ്റും. ആ ജിമ്മ് പറഞ്ഞത് നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. ശരിക്കും എത്ര പെയിൻഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് നമുക്കറിയാതെ ഇറ്റ്സ് ഗോയിങ് ടു ബിൽഡ് മസിൽ. അപ്പൊ ആ റിയലൈസേഷൻ ഉള്ള സമയത്ത് മാത്രം നമുക്കത് ചെയ്യാൻ ആ പ്രോസസ് ചെയ്യാനുള്ള ആഗ്രഹവും അത് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് നമ്മൾ അത് വൃത്തിയായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു പോവുള്ളൂ. ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെയിൻ എന്ന് നമുക്ക് പറയണത് അത് നമ്മളെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ പ്രകൃതിയുടെ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി സമാധാനം കിട്ടും. പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാലൻസും കൂടി നമുക്ക് കടന്ന് ജീവിതത്തിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി. എന്തായാലും നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം ശിവ. പുഷ്പവല്ലി വീഡിയോ ഓൺ ചെയ്തിട്ട് പറയണേ. നമസ്കാരം. വേദനിച്ചിരുന്ന പല വേദനകളും നമുക്ക് വരുമ്പോഴും വേദനിച്ച കുട്ടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേദന മാറാതിരിക്കുകയാണ് ചെയ്യാറ്. എനിക്കും പല അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും വേദനകൾ നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേദനയെ നമ്മൾ കടത്തി വിടുക തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ രാവിലത്തെ നല്ലൊരു പരിപാടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാര്യവും. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാം, കൂടുതൽ അറിവ് കിട്ടും. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അതില് നമ്മുടെ ഞാൻ ഇതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യേണ്ട താഴെയായിട്ട് എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ലിങ്ക് കൂടി ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പകലിരുന്നിട്ട് ഒഴിവ് സമയമുള്ളപ്പോൾ അതൊന്ന് നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളും ചെയ്യുക എന്നുള്ളത് കാണിക്കും. അതിനുണ്ട്. അത് പതുക്കെ പഠിച്ച് അതിന്റെ കൂടെ കൂടുക. അത് പൂർണ്ണമായിട്ടുള്ള വ്യായാമമാണ് കിട്ടുക. ശരീരത്തിനും മനസ്സിനും ഉള്ള പൂർണ്ണമായിട്ടുള്ള വ്യായാമമാണ് കിട്ടുക. ആരോഗ്യം ശരിയായ രീതിയിൽ വെച്ചു, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം വെച്ചു. അതെല്ലാം തുടർന്ന് പങ്കെടുത്തോളൂ. പിന്നെ പങ്കെടുക്കുന്ന സമയത്ത് പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്യണം. പഠിച്ചതിന് ശേഷം വീഡിയോ ഓൺ ചെയ്താൽ മതി. പഠിക്കുന്നത് വരെ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളെ കണ്ടു നിൽക്കുന്നവർക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴല്ല, പിന്നീട് കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തുടർന്ന് പങ്കെടുക്കുക. സ്വാഗതം. നന്ദി. വർഗീസ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം വേദനയെ കടത്തിവിടുക എന്നുള്ളതാണ് എൻ്റെ സാരമായിട്ടുള്ളത്. പക്ഷെ അത് വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണയുള്ള ഒരു രീതി. ആ റെസിസ്റ്റൻസ് ആണ് നമുക്ക് പിന്നീട് അതിനെ വേദന പെരുപ്പിക്കുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് വേദനയെ സഫറിങ് ആക്കി മാറ്റുന്നത് അതാണ് നമ്മുടെ ഈ രീതി. വേദന നമ്മൾ അത് കടത്തി വിട്ടില്ലെങ്കിൽ അതിനെ വീണ്ടും ഭാവന ചെയ്ത് കൂടുതലായിട്ട് പെരുപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വേദന ശരീരമായി പെയിൻ ബോഡി ആയിട്ട് അവിടെ നിൽക്കും. അത് വീണ്ടും അതിന്റെ ആവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കാരണം അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. നമ്മൾ ഏതിലോ ശ്രദ്ധിക്കുന്നോ, ഏത് ഭാവമാണോ നമ്മൾ സ്ഥായിയായിട്ട് നിൽക്കുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വൈബ്രേഷൻസും നമ്മളിലോട്ട് അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് വീണ്ടും അതുമായിട്ട് ബന്ധപ്പെടാത്തതോ ആയ വേദനകൾ വരാൻ സാധ്യതയുള്ള നമ്മളെ ഒരു സ്ഥായിയായിട്ടുള്ള സ്വഭാവം, ഒരു മെലങ്കോളിയസ്
മൂഡായിട്ട് മാറും അത്. അപ്പൊ അത് പിന്നീട് അത് ഡിപ്രഷനും ബാക്കി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് അറിഞ്ഞ് അതിനെ കടത്തിവിടാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ വേദന വരുമ്പോൾ അത് എന്തുകൊണ്ട് വേദന വന്നു, അതിനുള്ള കാരണം വന്നു, അത് എന്തിനു വേദന വന്നു, അങ്ങനെയൊക്കെയുള്ള അനാലിസിസ്. അതാണ് നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞത്. അത് എന്തെങ്കിലും ഒരു പാഠത്തിന് വേണ്ടിയിട്ടാണ്, പാഠം നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ആ വേദന വന്നത്. അപ്പൊ അതിന്റെ അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കടത്തിവിടുക. അതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിൽ കൂടെ പറയുന്നത്. അതിനെ ശരിക്ക് എന്തുകൊണ്ട് വരുന്നു, എന്തിനാണ് വന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കടത്തിവിടാനും ഇതിനെ അതിജീവിക്കാനും സാധിക്കും. വേദന നമ്മൾ അങ്ങനെ നോക്കിയാലും മനസ്സിലാക്കും. ഇത് അങ്ങനെ ഒരു സംഗതി വെച്ച് നമ്മൾ ആ വേദനയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ബോഡിയിൽ ഒരു പെയിൻ വന്നു, അല്ല ഒരു കുരു വന്നു, അത് എന്തിനു വന്നു, ബോഡിക്കകത്തുള്ള എന്തോ അത് പഴുപ്പിച്ച് പുറത്ത് കളയാനായിട്ട് വന്നതാണെന്നുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് അതിലോട്ടുള്ള ശ്രദ്ധ മാറി അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ബോഡി ചെയ്തതാന്നുള്ള ഒരു വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ പെയിന്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ. ഇത് പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്മൾ പറയാൻ എനിക്ക് തോന്നിയത് തീയിൽ കുരുത്ത് വെയിലത്ത് വാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ സഫറിങ് കിട്ടുന്നവർക്ക് അത് പാഠങ്ങളായിട്ട് അവരെ മനക്കരുത്തും ബോഡി സ്ട്രെങ്തും കൂട്ടി അവരെ ഭാവി ചലഞ്ചസിലേക്ക് എടുപ്പിക്കുക എന്നുള്ള ഒരു പാഠമാണ് അതിലെടുക്കേണ്ടത്. താങ്ക് യു. ഓക്കെ കേട്ടോ. മാളു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം നല്ലൊരു വിശദീകരണമായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ വേദനകളെ വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു നല്ലൊരു വിശദീകരണമായിരുന്നു. അപ്പോ വേദനകൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഒരു ഗതിമാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മളിങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാറ്റേൺ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഗതിഭേദങ്ങൾ ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അതിപ്രവർത്തിച്ച് നമ്മളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അപ്പൊ ഈ ഗതിമാറ്റം ഉണ്ടാകുന്നത് മുതൽ നമ്മൾ അസ്വസ്ഥതയും വേദനയും ഒക്കെ അനുഭവിച്ച് ഈ ഒരു പുനഃസ്ഥാപനം മുഴുവനാകുന്നത് വരെയും നമുക്കത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ ആ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ അതിൽ മുഴുകി പോകുന്നുണ്ട്, വേദനയിൽ വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട്, അതിനെ കടത്തി വിടുന്നില്ല. മാത്രമല്ല വീണ്ടും വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സൊല്യൂഷൻ അല്ല നമ്മൾ എപ്പോഴും അന്വേഷിക്കുക, എന്തുകൊണ്ട് ഈ വേദന എനിക്ക് ഉണ്ടായത്, എന്തിന് ഞാനിത് അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അത് കൂടിക്കൂടി വരികയും അതിനുള്ള സാഹചര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ ആ വേദനയെ കടത്തി വിടുക എന്നുള്ളത്. അപ്പൊ ഈ കടത്തി വിടുക എന്ന പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും നമുക്ക് ക്ലിയർ ആവേണ്ടതുണ്ട്. അതിന് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ യുക്തി കൊണ്ട് അല്ലെങ്കിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ചിന്തകൾ കൊണ്ട് ഇടപെടാതെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നിരീക്ഷിക്കുക. ആ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ഇതെന്തിനാണ്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അങ്ങനെ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ കടത്തിവിടൽ എന്ന പ്രോസസ്സ് സംഭവിക്കുകയുള്ളൂ. അപ്പൊ അതിന് വളരെ വലിയ ക്ഷമയും സന്നദ്ധതയും ആവശ്യമുണ്ടെന്നുള്ളതാണ് ആ പ്രോസസ്സ്. കാരണം വേദനയേക്കാൾ വേദനാജനകമാണ് ആ കടത്തിവിടുന്ന പ്രക്രിയക്ക് സാക്ഷിയാവുക എന്നുള്ളത്. അപ്പോ നമ്മളിങ്ങനെ പരിശീലനങ്ങളിലൂടെയൊക്കെ കുറച്ച് അനുഭവിച്ചു പോകുന്നത് കൊണ്ട് അത് ശരിക്കും അറിയാം എന്താണ് അത് നമുക്ക് അതിനുശേഷം സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ ഗതിഭേദം എന്നുള്ള ഒരു വാക്ക് ഇന്ന് പുതിയതായിട്ട് കേൾക്കാൻ സാധിച്ചു, ഗതിഭേദം. അപ്പോ അങ്ങനെ ഗതിഭേദം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ നിരീക്ഷിച്ച് നമുക്ക് ആ വേദനയെ മുഴുവനായിട്ടും കടത്തിവിടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സെഷനായിരുന്നു. വീണ്ടും അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും അതിലേക്ക് വരുന്നത്, ആ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ ശ്രദ്ധയിലേക്ക് വരുന്നത്.
അപ്പൊ പ്രകൃതി നമ്മുടെ ധർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനായിട്ട് നമ്മുടെ വളർച്ചയെ ശ്രദ്ധിക്കുക എന്നാണ് ഈ ഗതിഭേദത്തിലൂടെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അത് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ചിലർക്ക് ആ വേദനയുടെ അനുഭവം കുറയ്ക്കാനായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്ന സിഗ്നലിനെ നമുക്ക് പകുതിയിൽ വെച്ച് സ്പൈനൽ കോഡി വെച്ച് തന്നെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഏതോ ഒരു ടെക്നിക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയാമോ? നമ്മൾ ധ്യാനത്തിലൂടെ നമ്മുടെ അറിയില്ല. എന്തോ ആ പറഞ്ഞ ടെക്നിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിന് സമാനമായ കാര്യങ്ങളാണ്. ഒന്ന് പെയിൻ കില്ലർ കഴിക്കുന്നത് ഇതേ പണിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രജ്ഞയില് ഊർജ വിതരണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സന്ദേശത്തെ ഒഴിവാക്കാം. ശരിയായ രീതിയിൽ ധ്യാനവും ഒക്കെ പരിശീലിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സിദ്ധി നേടിയ ആളുകൾക്ക് ആ ഭാഗത്തേക്കുള്ള ചലനത്തെ, സ്പന്ദനങ്ങളെയൊക്കെ സ്തംഭിപ്പിക്കാം. അത് കഴിയും. പക്ഷേ വേദന മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വേദനയെ ശ്രദ്ധിക്കുകയും വേദനയെ കടത്തിവിടാൻ അനുവദിക്കുകയും വേദനയ്ക്ക് കാരണമായതിനെ നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടെ ഉണ്ട്. വേദന വരുന്ന സമയത്ത് അസ്വാസ്ഥ്യം ഉണ്ടാവുകയും ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സം വരികയും ചെയ്യുമ്പോൾ ആ തടസ്സം ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ദൈനംദിന കർമ്മങ്ങളിൽ തടസ്സമുണ്ടാക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ തടസ്സം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നിർത്തിവെക്കാൻ. അത് നിർത്തിവെച്ചാൽ വേദന കടന്നു പോകാനുള്ള വഴിയാണ്. അപ്പോ അതല്ലാതെ വേദന അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു സാങ്കേതിക വശം മാത്രമാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്, ഒന്ന് ചില സൈക്കോളജിസ്റ്റുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധരംഗത്ത് ഒരു കാല് നഷ്ടപ്പെടുകയോ കൈ നഷ്ടപ്പെടുകയോ ചെയ്ത ചില പട്ടാളക്കാര് അവരത് അറിയാതെ തന്നെ യുദ്ധം തുടരും. പിന്നീട് കുറെ കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. ആ വേദനയൊന്നും അവർ അന്നേരം അറിയുന്നില്ല. അങ്ങനെ. പിന്നെ എൻ്റെ ഒരു ബന്ധു തന്നെ തിരുവനന്തപുരത്തുള്ള ഒരാൾ 86-87 വയസ്സിൽ അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടു. അവസാനം വളരെ വേദനാജനകമായി തന്നെ. അപ്പം ഇങ്ങനത്തെ ഈ ഞാൻ പറഞ്ഞ ടെക്നിക്ക് പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദമില്ല. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് പോയായിരുന്നു. പോയപ്പം ആ ടെക്നിക്കിൽ നിന്ന് വളരെ പ്രയോജനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാവുകയും അങ്ങോട്ട് പോകാൻ പറ്റാതിരിക്കുകയും ആ ആളുടെ വീട്ടിൽ വന്നൊന്നും ഇത് പരിശീലിപ്പിക്കാനുള്ള അനുവാദമില്ല. അങ്ങനെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു അടുത്ത ബന്ധു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ നമ്മൾ ധ്യാനത്തിൽ കൂടെ ഇൻവോളണ്ടറി സെന്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ, ബ്രെയിനിന്റെ. അപ്പൊ അങ്ങനത്തെ അതിൽ കൂടെ ആയിരിക്കും. ധ്യാനം പരിശീലിച്ചവർക്ക് അത് പ്രൊഫഷണൽ ആയിട്ട് പരിശീലിച്ചവർക്ക് പോസിബിൾ ആണ്, അല്ലാത്തവർക്ക് ഇച്ചിരി പാടായിരിക്കും. അങ്ങനെ അത്രയും പെയിനുള്ള ഈ ലാസ്റ്റ് സ്റ്റേജിലെ പെയിനൊക്കെ ഉള്ളവരെ ജീവിക്കാൻ അത് പാടായിരിക്കും. അതിന് നല്ല നല്ല മൈൻഡ് കൺട്രോൾ ഉള്ള ആൾക്കാർ, മെഡിറ്റേഷൻ അത്ര എക്സ്പെക്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മെഡിറ്റേഷൻ പരിശീലിച്ചവർക്കാണ് അത് ചെയ്യാൻ കഴിയുക. അല്ലാതെ മെഡിറ്റേഷനിലൂടെ അല്ല അത് നേടുന്നത്. മെഡിറ്റേഷൻ പരിശീലിച്ചവർക്ക് ആ ഒരു പാകം വന്നിട്ടുണ്ടാവും. ആ പാകം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുകയും അവിടെ സ്തംഭനം ഏർപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. അതാണ് ഇതിന്റെ സംഗതി. ഏതായാലും ഒരു കാര്യം കൂടെ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ തുടക്കത്തിലെ തന്നെ ഞാൻ ഗണിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ഗതിഭേദം എന്ന പദം എത്ര പേര് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പൊന്നിയത് എടുക്കും എന്ന് എനിക്കറിയാമായിരുന്നു. ഞാനിവിടെ എഴുതി വെച്ചിട്ട് പറഞ്ഞില്ല. എന്റെ ഒരു നിരീക്ഷണമായിരുന്നു. കാരണം പഠനത്തില് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഇതെന്താണ് ഇത് എന്ന് അറിയുന്നതാണോ, എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എന്നുള്ളതാണോ, അത് രണ്ടുമാണോ എന്നുള്ളത്. അപ്പൊ അതില് നമ്മൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യം ആണ് അതിനെ പറയിപ്പിക്കുന്നത്. ഞാനത് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനൊരു വിശകലനം കൂടെ അതിനൊപ്പം നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചതാണ്. എന്തായാലും സന്തോഷം, നന്ദി. ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം. താങ്ക് യു. നമസ്കാരം.
ഞാന് ഇന്ന് വെളുപ്പിനെയാണ് ഒന്നാമത്തെ ലെസൺ രാവിലത്തെ